പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോടൊരു 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ. അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ MLA കൂടിയായ മുൻ മന്ത്രി ശ്രീ G. സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. G. സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. പറയാം അത് ഗവർണറുടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി, സീനിയർ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജിയുടെ രാജി സ്വീകരിച്ചു. ശ്രീ T. അസഫ് അലി, അഡ്വക്കേറ്റ് T. അസഫ് അലി, അദ്ദേഹം നേരത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.